ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. അവരെ കൊന്നുകളയുന്നത് മഹാപാതകമാണ്. ചെറിയ തെറ്റാണെന്നല്ല അല്ലാഹു പറഞ്ഞത്. കാന ഖിത്അൻ കബീറാ, അത് വലിയ തെറ്റാണ്. മക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ സഹിക്കാത്തൊരു വിഷയമാണ്. ആ മനുഷ്യന്റെ മനസ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കുറച്ചുകൂടി കാലം താമസിച്ച ആളെ കൊല്ലും പോലെ അല്ലല്ലോ ഒരു കുഞ്ഞിനെ കൊല്ലുന്നത്. സഹോദരങ്ങളെ, ഒരു ചെറിയ കാരുണ്യമുള്ള, ചെറിയ ഒരു സ്നേഹമുള്ള ആൾക്ക് താങ്ങാൻ കഴിയോ അത്? സഹോദരങ്ങളെ, അതിനാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ചെലവ് ചെയ്യേണ്ട മേഖലയാണ് കുടുംബം. ഓരോരുത്തരും ഓരോ വർഷം ഇങ്ങനെ അധികം വരുമ്പോ നമ്മുടെ മുഖത്ത് ദുഃഖമുണ്ടാകരുത്, കയ്പ് നീരുണ്ടാകരുത്. സന്താനങ്ങൾ, പേരക്കുട്ടികൾ അധികരിച്ച് വരുമ്പോൾ വിഷമം തോന്നരുത്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. അല്ലാഹു പറയുന്നു, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സന്താനങ്ങളെ ദാരിദ്ര്യം ഭയന്നതിന് വേണ്ടി കൊന്നുകളയരുത്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ഭാവിയിൽ വരാനുള്ള ദാരിദ്ര്യം ചിന്തിച്ചുകൊണ്ട്. ഈ ആയത്തിന് പറഞ്ഞ തഫ്സീറിൽ അങ്ങനെയാണ്, ദാരിദ്ര്യം ഭാവിയിൽ വരുമെന്ന് പേടിച്ച് ഇപ്പോഴേക്ക് കൊല്ലരുത്. ഇപ്പോൾ വന്ന ദാരിദ്ര്യത്തിന് കൊല്ലരുത്. അത് സൂറത്തുൽ അൻആമിലുണ്ട്. വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്. ഇപ്പോൾ പിടിപെട്ട ദാരിദ്ര്യത്തിന് വേണ്ടി മക്കളെ ബലിയെറുക്കരുത്, കൊന്നുകളയരുത്. നഹ്നു നർസുഖുഹും വഇയ്യാകും. ഭാവിയിലുള്ള ദാരിദ്ര്യം വിചാരിച്ച് നിങ്ങൾ കൊല്ലരുത്. അവർക്ക് നാം റിസ്ക് നൽകും, നിങ്ങൾക്കും നൽകും. ഭാവിയിലേക്ക് അവരെത്തണമല്ലോ. അതുകൊണ്ടാ അവിടെ നഹ്നു, ഇവിടെ നഹ്നു നർസുഖുഹും വഇയ്യാകും എന്ന് പറഞ്ഞത്. സൂറത്തുൽ അൻആമിൽ പറഞ്ഞത് ചെറിയൊരു മാറ്റമുണ്ട്. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന ദാരിദ്ര്യത്തിന് വേണ്ടിയാ കൊല്ലുന്നത്. അവിടെ അല്ലാഹു പറഞ്ഞു നഹ്നു നർസുഖുകും വഇയ്യാഹും. ചെറിയൊരു മാറ്റം. നിങ്ങൾക്കും അവർക്കും നമ്മളാ റിസ്ക് നൽകുന്നത്. ജീവിതോപാധി നമ്മൾ നൽകും, നിങ്ങൾ പേടിക്കേണ്ടതില്ല. നല്ല തവക്കുൽ നിങ്ങൾക്ക് വേണം. കുട്ടി ജനിച്ചു, ഒന്നാമതായി നല്ല പെൺകുട്ടി. എല്ലാവരും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ മൂപ്പരും പതുക്കെ പറഞ്ഞു അൽഹംദുലില്ലാ. രണ്ടാമതും ഒരു കുട്ടി ജനിച്ചു, അതും പെൺകുട്ടി തന്നെ. എല്ലാവരും അൽഹംദുലില്ലാ പറഞ്ഞു. അൽഹംദുലില്ലാ പറയണോ? രണ്ടാമത്തും പെൺകുട്ടി. എന്താ മടി? ആ ഉറക്കെ പറയണം, നല്ല സന്തോഷത്തോടെ പറയണം അൽഹംദുലില്ലാ. അത് പറയാനുള്ള ആ ടൈമിലാണ് മനസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് വരണം. എന്താ കണക്ക് കൂട്ടുന്നത്? കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ളതല്ലേ. നഹ്നു നർസുഖുഹും വഇയ്യാകും. കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ളതല്ലേ, കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ള ചെലവല്ലേ കൂട്ടുന്നത്. നഹ്നു നർസുഖുഹും വഇയ്യാകും. ആ ടൈമിൽ അവർക്ക് കൊടുക്കാനുള്ള ചെലവ് നമ്മൾ തരും. അല്ലാഹു പറയാണ് നിങ്ങൾക്കും തരും. അപ്പൊ ഭാവി വിചാരിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്ത് ഇപ്പോൾ തന്നെ ഒരു കുടുംബാസൂത്രണ പദ്ധതി ആവിഷ്കരിക്കരുത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. അവരെ കൊന്നുകളയുന്നത് മഹാപാതകമാണ്. ചെറിയ തെറ്റാണെന്നല്ല അല്ലാഹു പറഞ്ഞത്. കാന ഖിത്അൻ കബീറാ, അത് വലിയ തെറ്റാണ്. മക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ സഹിക്കാത്തൊരു വിഷയമാണ്. ആ മനുഷ്യന്റെ മനസ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കുറച്ചുകൂടി കാലം താമസിച്ച ആളെ കൊല്ലും പോലെ അല്ലല്ലോ ഒരു കുഞ്ഞിനെ കൊല്ലുന്നത്. സഹോദരങ്ങളെ, ഒരു ചെറിയ കാരുണ്യമുള്ള, ചെറിയ ഒരു സ്നേഹമുള്ള ആൾക്ക് താങ്ങാൻ കഴിയോ അത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് രോഗം വന്നാൽ തങ്ങളെ മുഖത്തത് കാണാമായിരുന്നു. ചെറിയ കുഞ്ഞുങ്ങൾക്ക് രോഗം വന്നാൽ തങ്ങളെ മുഖത്തതിന്റെ വിഷമം കാണും. അങ്ങനെ ഒരു അവസരത്തിലാണ് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ മകളുടെ കുട്ടി സക്രാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ മകള് ആളെ പറഞ്ഞേച്ചു, തങ്ങൾ വരണമെന്ന്, ഉപ്പ വരണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരക്കിട്ട ചർച്ചയിലാണ്. തങ്ങൾ പറഞ്ഞു, മകളോട് ക്ഷമിക്കാൻ പറയണം. അല്ലാഹു ഓരോന്നിനും ഓരോ കാലാവധി തീരുമാനിച്ചിട്ടുണ്ട്, നല്ലോണം ക്ഷമിക്കാൻ പറയണം. രണ്ടാമതും മകള് സത്യം ചെയ്ത് പറഞ്ഞേച്ചു, വന്നേ പറ്റൂ.
അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ തങ്ങൾ വേഗം എണീറ്റ് പോയി. കൂടെ കുറെ സഹാബത്തുണ്ട്. കുട്ടിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ആ റൂമിലേക്ക് കടന്ന് ആ കട്ടിലിൽ കിടക്കുന്ന കുട്ടിയെടുത്ത് നേരെ മടിയിൽ വെച്ചു. രംഗം കണ്ടപ്പോൾ ഫഫാലത്ത് ഐനാ, കണ്ണ് നിറഞ്ഞൊഴുകി. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണിത്? ഞങ്ങളോടൊക്കെ ക്ഷമിക്കണമെന്നും സങ്കടങ്ങളൊക്കെ ഒതുക്കി വെക്കണമെന്നും നല്ല ധൈര്യവും സ്ഥാപിക്കണമെന്നും പഠിപ്പിക്കുന്ന അങ്ങ് ഇങ്ങനെ കണ്ണീർ പൊഴിക്കുന്നത് എന്താണ്? തങ്ങൾ പറഞ്ഞു, ഹാദിഹി റഹ്മ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി. ഇതങ്ങനെ ഒരു വിഷമത്തിന്റെ കണ്ണീരാണെന്ന് കരുതരുത്. ഇതൊരു സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ കണ്ണീരാണ്. ഇത് വാത്സല്യവും സ്നേഹവും കൽബിലുണ്ടോ അറിയാതെ വരുന്ന ഒന്നാണ്. ഇത് നിയന്ത്രിക്കാനും പിടിച്ചുകെട്ടാനും കഴിയില്ല. ഇത് മനുഷ്യ മനസ്സിന് സ്നേഹമുണ്ടോ അവരൊക്കെ കൽബിൽ നിന്ന് ആ സ്നേഹം പുറത്തേക്ക് ഇങ്ങനെ നിർഗളിക്കും. കണ്ണീരായി ഇങ്ങനെ പുറത്തേക്ക് വന്നൊഴുകിക്കൊണ്ടിരിക്കും. ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാ. കാരുണ്യമുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കരുണ നൽകും. പ്രത്യേകം അവർക്ക് അല്ലാഹു സ്നേഹം നൽകും. ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കണ്ണീർ. കുട്ടികൾക്ക് അസുഖമായാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നിസ്കാരങ്ങൾക്ക് ശേഷം ഒക്കെ വന്നു നോക്കും. പേരക്കുട്ടികൾക്ക് അസുഖം ബാധിച്ചപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഓരോ നിസ്കാരവും കഴിഞ്ഞ് തങ്ങൾ വീട്ടിൽ വരും. വല്ലാത്ത അവിടുത്തെ സ്നേഹം, വാത്സല്യം. സുബഹി നിസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം സ്വഹാബത്തിനോടൊക്കെ ഇൽമു പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. എന്നിട്ട് അവരൊക്കെ ഒന്ന് നോക്കി ഒന്ന് എടുത്ത് തങ്ങളൊന്ന് ആശ്വസിപ്പിച്ച് തിരിച്ചുപോയി. ളുഹർ കഴിഞ്ഞതാ പിന്നെയും വരുന്നു, അസ്ർ കഴിഞ്ഞതാ പിന്നെയും വരുന്നു. കാരണം അത് വല്ലാത്ത ഒരു സ്നേഹമാണ്, വാത്സല്യമാണ്. മക്കള്, പേരക്കുട്ടികള് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമല്ലേ. അനുഗ്രഹങ്ങളിൽ അള്ളാഹു എണ്ണി പറഞ്ഞതാണ്. ആ അനുഗ്രഹങ്ങൾക്ക് ചെയ്യുന്ന നന്ദികേടാണ് അവരെ കൊന്നുകളയുക എന്നുള്ളത്. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദാ. നിങ്ങൾക്ക് നിങ്ങളെ ഇണകളിൽ നിന്ന് മക്കളെയും പേരമക്കളെയും അള്ളാഹു നൽകിയില്ലേ? സൂറത്തുൻ നഹ്ലിലൂടെ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അത് വലിയ അനുഗ്രഹമല്ലേ? ആ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിക്കണ്ടേ? മക്കളെ കൊല്ലാൻ പാടില്ല, പേരമക്കളെ കൊല്ലാൻ പാടില്ല. ഖശിയത ഇംലാഖ്, ഭാവിയിലുള്ള ദാരിദ്ര്യം ഭയന്ന് ഇപ്പോൾ കൊല്ലരുത്. അവർക്ക് നിങ്ങൾ അന്നില്ല, അവരാണുള്ളതെങ്കിൽ നഹ്നു നർസുഖുഹും, അവർക്ക് നമ്മൾ നൽകും, നിങ്ങൾക്കും നൽകും. രണ്ടാമതാണ് ഇവിടെ പറഞ്ഞത്. അതേ സമയത്ത് സൂറത്തുൽ അൻആമിൽ പറഞ്ഞത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തിന്റെ പേരിലാണോ കൈമാറുന്നത്? വിഷമം വേണ്ട, നഹ്നു നർസുഖുക്കും വ ഇയ്യാഹും, നിങ്ങൾക്കല്ലേ ഇപ്പൊ വിഷമം. കുട്ടികളെ വിഷമാലോചിച്ചല്ലോ, നിങ്ങൾക്കും നാം ജീവിതോപാധി തരും. വ ഇയ്യാഹും, അവർക്കും നാം നൽകും. കുട്ടികളെ കൊല്ലരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യു ദംബി അഅലം, ഏറ്റവും വലിയ പാപം എന്താണ്, ഏതാണ്? തങ്ങൾ പറഞ്ഞു, അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹു തആലാക്ക് നീ ഒരു പകരക്കാരനെ സ്വീകരിക്കുക. തുല്യമായ ഒന്നിനെ അള്ളാഹുവിന് വേണ്ടി നീ സൃഷ്ടിക്കുക, നീ വെച്ചു പുലർത്തുക. വഹുവ ഖലഖക, അള്ളാഹുവിന് തുല്യതയില്ല, അവനാണ് നിന്നെ സൃഷ്ടിച്ചത്. നിന്നെ സൃഷ്ടിച്ച റബ്ബിന് ഒരു തുല്യമായ ഒരാളെ വെക്കാനോ ഒരു വസ്തുവിനെ സ്ഥാപിക്കാനോ കഴിയുന്ന കാര്യമല്ല. പക്ഷേ എന്നിട്ടും അങ്ങനെ ഒന്നുണ്ടാക്കുക മഹാപാപമാണ്. പിന്നെ ഏതാണ്? അന്തഖ്തുല വലദക ഖശിയത അയ്യത്വമമക, ഇതൊക്കെ ഉണ്ടായാൽ തീറ്റിപ്പോറ്റണ്ടേ എന്ന് കരുതിയിട്ട്, കൂടെ ഭക്ഷണം കൊടുക്കണ്ടേ എന്ന് കരുതിയിട്ട്, പേടിച്ചിട്ട് നിന്റെ കുട്ടിയെ, നിന്റെ മക്കളെ കൊന്നുകളയലാണ്. കുട്ടികളെ കൊന്നുക ചെറിയ ദോഷമല്ല, വലിയ ദോഷമാണ്, സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. അവരെ നന്നായി വളർത്തുകയാണ്, വളർത്തി വലുതാക്കി ഒരു സ്ഥായിയായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഇവിടെയുള്ള ആ ഒരു കഷ്ടപ്പാടിന്, അധ്വാനത്തിന് സ്വർഗലോകത്ത് വലിയ സന്തോഷം നൽകുന്നുണ്ട്.
ആഖിറത്തിൽ വലിയ സന്തോഷം നൽകുന്നുണ്ട്. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുറാഖ, നിങ്ങൾക്ക് ഞാൻ വലിയ ഒരു സ്വതക്ക തരട്ടെ, വലിയ ഒരു ധർമ്മം നിങ്ങൾക്ക് തരട്ടെ. സുറാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വലിയ ധർമ്മം എന്താണ്? തങ്ങൾ പറഞ്ഞു, ഇന്ന ബിനതക മർദൂദത്തുൻ ഇലൈക്. നിങ്ങളെ മകൾ, നിങ്ങൾ കെട്ടിച്ചയച്ച മകളില്ലേ, ആ മകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ലൈസ ലഹാ കാസിബുൻ ഗൈറുക. ആ മകൾക്ക് നിങ്ങളല്ലാതെ മറ്റൊരു സമ്പാദ്യമില്ല. വേണ്ടത് മുഴുവനും ആ മകൾക്ക് നിങ്ങൾ കൊടുക്കണം. എല്ലാ ചെലവും നിങ്ങൾ നടത്തണം. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന വലിയൊരു സ്വതക്കയാണത്. ഒരു വിഷമവും കരുതരുത് സഹോദരങ്ങളെ. അങ്ങനെയും സാഹചര്യങ്ങൾ വന്നേക്കും. പക്ഷേ ആ കുട്ടിയെ കാണുമ്പോൾ മുഖത്തൊരു വിഷമത്തിന്റെ ഭാവമുണ്ടാകരുത്. പെൺകുഞ്ഞാണെന്ന് ജനിച്ചെന്ന് കണ്ടാൽ അൽഹംദുലില്ലാഹ് സന്തോഷം പറഞ്ഞ് ബർക്കത്തിന് വേണ്ടി നന്നായി ദുആ ചെയ്യണം. ഇപ്പോഴും നമ്മുടെ മുഖങ്ങളിലോ സംസാരങ്ങളിലോ പഴയ കാലത്തെ ഭാഷ വരരുത്. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കലീം. ജാഹിലിയത്തിൽ പെൺകുഞ്ഞ് ജനിച്ചു എന്നൊരു സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ ളല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കലീം, ദുഃഖിതനായി കോപിതനായി അവന്റെ മുഖം കറുത്തിരുണ്ടുപോകും. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി. അന്നത്തെ കാലത്ത് ആ ഉപ്പ ഒളിഞ്ഞു താമസിക്കും. ഈ സന്തോഷം കിട്ടിയതിന്റെ വിഷമം കാരണം ഒളിഞ്ഞ് ഒളിഞ്ഞ് താമസിക്കും. ആ താമസിക്കുമ്പോഴേക്ക് ആ മനുഷ്യന്റെ മനസ്സിലൊരു ചിന്ത, അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. മാനക്കേടൊക്കെ സഹിച്ചതിനെ വീട്ടിൽ എന്നെ വെച്ചു പുലർത്തണോ, അതല്ല അം യദുസ്സുഹു ഫിത്തുറാബ്, ഏതെങ്കിലും ഒരു കുഴിയിലാക്കി മണ്ണിലാക്കി കുഴിച്ചു മൂടണോ എന്ന ചിന്തയായിട്ട് അയാൾ അങ്ങനെ നടക്കും. മാനക്കേട് മാനക്കേടുന്ന കൊന്നുകളയുകയാണ് അന്നത്തെ കാലത്തൊക്കെ. ആ ദുഷിച്ച പ്രവൃത്തി അവസാനിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് നൽകേണ്ട സ്നേഹം ബഹുമാനം അത് തങ്ങളങ്ങോട്ട് നേർക്ക് നേരെ കാണിച്ചു കൊടുത്തു. എല്ലാ വശങ്ങളും കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണല്ലോ അന്നത്തെ കാലത്തൊക്കെ കുട്ടികളുണ്ടെങ്കിലും ആ കുട്ടികൾക്ക് കിട്ടിയിരുന്ന സ്നേഹം കുറവായിരുന്നു. അഖ്റബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു തങ്ങളെ കാണാൻ വേണ്ടി വരുമ്പോ രണ്ട് കാലിലുണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കയറിയിരിക്കുക. രണ്ട് കാലിലുണ്ട്. കുട്ടികളാവുമ്പോൾ അങ്ങനല്ലേ, അവർ കയറിയിരിക്കുകയാണ്. അപ്പൊ രണ്ട് കുട്ടികളെയും തങ്ങൾ ഇങ്ങനെ അണച്ചുകൂട്ടി, നല്ലോണം സന്തോഷത്തോടെ അണച്ചുകൂട്ടി ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ നോക്കി അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്താ പാടാ കുട്ടികളെ അണച്ചുകൂട്ടിയിട്ട് ഉമ്മ വെച്ചു കൊടുക്കേ. കുട്ടികളന്ന് കുറവൊന്നുമില്ല. അഖ്റബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലി അശ്റതം മിനൽ വലദ്. എനിക്ക് 10 മക്കളുണ്ട്, ഇതുവരെ ഞാൻ ഒരാൾക്കും ഉമ്മ വെച്ചിട്ടില്ല. അന്നത്തെ സ്നേഹവാത്സല്യത്തിന്റെ കുറവാണ്. 10 മക്കളുണ്ട്, ഒരാൾക്കും ഞാൻ തഖ്ബീൽ ചുംബനം നൽകിയിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി വളരെ ചെറിയ വാക്കാണെങ്കിലും വിശാലാർത്ഥത്തിൽ വായിക്കണം. മല്ലാ യർഹം ലാ യുർഹം. സ്നേഹം നൽകുന്നില്ലെങ്കിൽ തിരിച്ചു കിട്ടൂല. സ്നേഹം നൽകേണ്ടിടത്ത്, ബഹുമാനം നൽകേണ്ടിടത്ത്, കാരുണ്യം കൊടുക്കേണ്ടിടത്ത്, വാത്സല്യം കൊടുക്കേണ്ടിടത്ത് കൊടുക്കണം, നൽകണം. എന്നാൽ തിരിച്ച് അങ്ങനെ ഒരു സന്തോഷം അനുഭവിക്കാനൊരു അവസരം വരും. അപ്പൊ അൽഹംദുലില്ലാഹ് വല്ലാത്ത സന്തോഷമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പേരക്കുട്ടികളാണെങ്കിലും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങനെ വന്ന് പള്ളിയിലേക്ക് മിമ്പറിലേക്ക് ഇങ്ങനെ വന്ന് കയറുമ്പോ വഴുതി വീണുപോയി. ഒരു ദിവസം അവർ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോ തങ്ങൾ വേഗം മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കുട്ടികളെ കൈ രണ്ടും പിടിച്ച് അങ്ങനെ കൊണ്ടുവന്നിരുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിലും ഈ മക്കൾ വരുമ്പോ എന്റെ ശ്രദ്ധ അങ്ങോട്ടായി മാറി. അവരോടുള്ളൊരു ബഹുമാനാണ്. നോക്കിയാൽ കാണുന്നിടത്താണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ നോക്കിയാൽ കാണുന്നിടത്ത് എന്തെങ്കിലും കുട്ടികളെ കരച്ചിൽ കേട്ടാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും.
നമ്മള് കുട്ടികളെ കുറെ കരഞ്ഞാലും പറയും, കുട്ടികളൊക്കെ ആകുമ്പോൾ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടാവും, കരഞ്ഞോട്ടെ, പ്രശ്നമൊക്കെ ഉണ്ടാവും. കരച്ചിലൊക്കെ ഉണ്ടാവും, സ്വാഭാവികമല്ലേ, കുറച്ചു നേരമൊക്കെ കരഞ്ഞോട്ടെ. ആശ്വസിപ്പിക്കുന്നതിൽ ഒട്ടും കുറവ് വരാൻ പാടില്ല, നല്ലോണം ആശ്വസിപ്പിക്കണം. തൊട്ടിലിൽ കിടന്ന് കരയുന്ന കുട്ടിയെ കണ്ടിട്ട് ഉമ്മമാരെ, സഹോദരിമാരെ, നോക്കാതെ ശ്രദ്ധിക്കാതെ ഒരു ഭാഗത്ത് കസേരയിലോ മറ്റോ ഇരിക്കുന്നുവെങ്കിൽ റഹ്മത്തിന്റെ അംശം അത്ര കണ്ട് നമ്മുടെ ഖൽബിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കണം, മനസ്സിലാക്കണം. ചില റിപ്പോർട്ടുകളിലൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ ഖൽബിൽ നിന്ന് കാരുണ്യം, സ്നേഹം എന്നത് അള്ളാഹു എടുത്തു മാറ്റി എന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വല്ലാത്തൊരു ചോദ്യമാണ്. ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മറുപടിയിൽ നിങ്ങളെ ഖൽബിൽ നിന്ന് റഹ്മത്ത്, സ്നേഹം, അതുപോലെ തന്നെ സ്നേഹവായ്പ്, കാരുണ്യം, താലോലിക്കൽ എന്ന് പറയുന്ന ഒരു മഹാസംഗതി അള്ളാഹു എടുത്തു മാറ്റി, ഊരിക്കളഞ്ഞു എന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. അതവിടെ കരഞ്ഞോട്ടെ, നീ അടുക്കളപ്പണി എടുത്തോ. ആര്? ഉപ്പ. പിന്നെ ആരായി കുട്ടിയെ നോക്കാൻ? ഉമ്മ അടുക്കളയിൽ, ഉപ്പ പത്രവായനയിൽ. ഈ കുട്ടിയാരും നോക്കും. വലിയ പ്രധാനപ്പെട്ട വിഷയം, ആ കുട്ടിയെ സംരക്ഷിക്കണം, നോക്കണം, നന്നായി നോക്കേണ്ടതുണ്ട്. നിസ്കാരത്തിൽ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോളിൽ കയറിയപ്പോൾ ആ ഹസൻ റളിയല്ലാഹു അൻഹു ചുമക്കാൻ കഴിയാത്തത് കൊണ്ടല്ല തങ്ങൾ തല ഉയർത്താതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുറച്ചു നേരം ഹസൻ റളിയല്ലാഹു അൻഹു അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു. ആ കളിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇരിപ്പുറപ്പിച്ചപ്പോ എനിക്ക് എണീക്കാൻ സുഖമായി. പെട്ടെന്ന് ഞാൻ എണീറ്റില്ല. ആ കുട്ടി കുറച്ചു നേരം അവിടെ കളിയിലായിരുന്നു. രണ്ട് വിഷയവും തങ്ങളവിടെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ലെവലാക്കി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒന്ന് ഖാലിഖായ റബ്ബിനോടുള്ള ഹക്ക്, അത് സുജൂദിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. മറ്റൊന്ന് മഖ്ലൂഖിനോടുള്ള ഹക്ക്, ഈ കുട്ടിയോട് തങ്ങൾ നിർവഹിക്കേണ്ട കടപ്പാട്, രണ്ടും കൂടി ഒരുമിച്ച് തങ്ങൾ അവിടെ നിയന്ത്രിച്ചിട്ടുണ്ട്, മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടിലും കുറവ് വരുത്തിയിട്ടില്ല, ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. ആ കുട്ടികളെ ഒരിക്കലും, സഹോദരങ്ങളെ, പെൺകുട്ടി എന്ന അർത്ഥത്തിൽ ഒരു കുട്ടിയോടും ജാഹിലിയത്തിന്റെ ഒരു ഭാഷ നമ്മിൽ നിന്ന് വരരുത്. നീയൊക്കെ ഉണ്ടായിട്ട് എനിക്കിനി എത്രമാത്രം ചെലവാണ് എന്ന് പറയും ചിലര്. അങ്ങനെ പറയരുത്. ആ കുട്ടി ചിന്തിച്ചു പോകും, പടച്ചോനെ, ഞാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ബാപ്പക്ക് നല്ല സുഖമായിരുന്നു, ഉമ്മാക്ക് അതിലേറെ സന്തോഷായിരുന്നു. അങ്ങനെ പറയാൻ പാടില്ല. പെൺകുട്ടിയോട് ഏറ്റവും കൂടുതൽ മൈൻഡും പവറും നൽകേണ്ടത് അവരോടാണ്. അവരുടെ വിഷയത്തിൽ സഹിക്കുന്ന ത്യാഗങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെറിയ സന്തോഷങ്ങളല്ല നൽകിയത്, വലിയ സന്തോഷങ്ങൾ നൽകിയിട്ടുണ്ട്. പഴയകാലത്തെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ കുട്ടികളെ കൊന്നു കുഴിച്ചു മൂടുന്നൊരു സ്വഭാവം നിരന്തരമായി നടന്നിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും. നമ്മളെ വക ഒരു കൊലപാതകം സജീവമായി നടക്കുന്നുണ്ട് കേട്ടോ, ഞാൻ അതിലേക്ക് വരാം. ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും. മക്കളെ കൊല്ലാകൊല നടത്തിയവർ, കൊന്നുകളഞ്ഞവർ പരാജയപ്പെട്ടു. സഫഹം ബിഗൈരിൽ. സഫഹം, അവരാ ചെയ്തത് മൗഢ്യമായ രീതിയിലാണ്, മൂഢമായ രീതിയിലാണ് അവരാ ചെയ്തത്. ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവും ഇല്ലാതെ. വഹറമൂ മാ റസഖഹുമുല്ലാഹ്, അല്ലാഹു അവർക്ക് നൽകിയത് അവർ നിഷിദ്ധമാക്കി. റബ്ബ് തആല സുഖത്തിന്, സന്തോഷത്തിന് നൽകിയത് അവർ നിഷിദ്ധമാക്കി തടഞ്ഞു. ഇഫ്തിറാഅൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ വ്യാജമായി നിർമ്മിച്ചുകൊണ്ടാണ് അവർ ഈ പണി ചെയ്തത്. വെറുതെ ചെയ്തതല്ല, അവർക്ക് ഇതിന്റെ പിന്നിൽ അള്ളാഹിന്റെ മേൽ ഒരു പൊള്ളവർ പറയുന്നുണ്ട്, കളവ് അവർ പറയുന്നുണ്ട്. ഖദ് ളല്ലൂ വമാ കാനൂ മുഹ്തദീൻ, അവര് നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയി. വമാ കാനൂ മുഹ്തദീൻ, അവർ നല്ല വഴിയിലേക്ക് ചേർന്നവരല്ല, ഒത്തുകൂടിയവരല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ വിഷയത്തിൽ അള്ളാഹു നൽകിയ സന്തോഷങ്ങളെ തകർത്ത് കളഞ്ഞതിൽ റബ്ബ് സുബ്ഹാനഹു വ തആല 7 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തി പറയുന്നത്. ഒന്നാമതായി പരാജയം. മക്കളെ കൊല്ലുന്നവർക്ക് പരാജയമാണ്.
ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും, കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നവർ പരാജയപ്പെട്ടിരിക്കുന്നു. പരാജയം എന്ന് പറയാൻ കാരണം റബ്ബ് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണത്. ആ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് സ്വീകരിക്കാതെ തകർത്ത് തരിപ്പണമാക്കി കളയുമ്പോ വലിയ പരാജയമാണ് അവൻ ഏറ്റുവാങ്ങുന്നത്. ദുനിയാവിലും അവൻ ആ പരാജയമുണ്ട്, ആഖിറത്തിലും ആ പരാജയമുണ്ട്. ദുനിയാവിലെ പരാജയം വായിക്കുന്നില്ലേ? എത്ര ആള് വായിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്? നാം രണ്ട് നമുക്കൊന്ന് എന്നുള്ള സിദ്ധാന്തക്കാരും നാം രണ്ട് നമുക്ക് രണ്ട് എന്നുള്ള സിദ്ധാന്തക്കാരും തിരുത്താൻ തുടങ്ങി. ഏതെല്ലാം മതവിഭാഗങ്ങളാ ഓഫറുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്? ചെറിയ ഓഫറൊന്നല്ല, പഠന ചെലവടക്കം. നഹ്നു നർസുഖുഹും വഇയ്യാക്കും എന്ന് പറഞ്ഞില്ലേ, പഠന ചെലവടക്കം ഓഫർ ചെയ്തു. 4 ആളാണെങ്കിൽ ഇത്ര ഉണ്ട്, 5 ആളാണെങ്കിൽ ഇത്ര ഉണ്ട്. 2 ആള് മതി എന്ന അർത്ഥത്തിൽ ജീവിച്ചിരുന്നു. ഒരു 2 വർഷം മുമ്പ് വലിയ സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ഭാര്യയും ഭർത്താവും, 2 മക്കളും പ്രായപൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ 2 ആക്സിഡന്റുകൾ മരണപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു സിദ്ധാന്തം മാറ്റണം. ഇനി മാറ്റാണെങ്കിൽ അവരിൽ യാതൊരു വഴിയുമില്ല, ദത്തെടുക്കില്ലാതെ വേറെ മാർഗമില്ല. കാരണം മാർഗങ്ങളൊക്കെ അവർ സ്വമേധയെ അടച്ചു. കണ്ടില്ലേ, ചൈനക്കാരവിടുത്തെ നയം മാറ്റാൻ തുടങ്ങിയല്ലോ. ചൈനയിൽ കാര്യഗൗരവമുള്ള പണികൾക്കൊക്കെ നല്ല ചെറുപ്പക്കാരെ വേണ്ടെടുത്ത് കാണുന്നത് മുഴുവനും പ്രായാധിക്യമുള്ള ആളുകളെയാണ്. തീരുമാനങ്ങളൊക്കെ അവർ തിരുത്താണ്. മനുഷ്യകുലം വർദ്ധിക്കുന്നതിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല. മനുഷ്യരെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥരോ ഒരു സർക്കാരോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ മനുഷ്യർക്കും റിസ്ക് നൽകുന്നത്. എല്ലാവർക്കും റിസ്ക് നൽകുന്നത് അല്ലാഹു തആലയാണ്. ആ റബ്ബു തആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് സംവിധാനിക്കാൻ എത്ര ആളുകൾ ഉദ്ദേശിക്കുന്നുണ്ടോ, മനുഷ്യരതിന് കത്തിവെക്കേണ്ട ആവശ്യമില്ല, നിയമനിർമ്മാണം നടത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പരാജയമാണ് ഉണ്ടായിത്തീരുന്നത്. അനുഭവിക്കാൻ സുഖങ്ങൾ അല്ലാഹു നൽകിയില്ല. വല്ലാത്ത കഷ്ടപ്പാടാണ് അവർക്കുണ്ടാകുന്നത്. കാരണം ഇവിടെ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞാൽ ജനങ്ങൾ പറയും മക്കളെ കൊന്നോനാണ്, കുട്ടികളെ കൊന്നവനാണ് അവൻ. അല്ലാഹു 1 or 2 കുഞ്ഞുങ്ങളെ നൽകിയിട്ടുണ്ട്. ദുനിയാവിലെ ഏറ്റവും വലിയ പരാജയമാണ് ശാപവാക്ക്, ആക്ഷേപത്തിന്റെ വാക്ക് ജനങ്ങളിൽ നിന്ന് കേൾക്കുക. വല്ലാത്ത പരാജയമാണ്. ആഖിറത്തിലാണെങ്കിലോ അതിന് കടുത്ത ശിക്ഷയും ഉണ്ട്. 2 ലോകത്തും പരാജയമാണ്. രണ്ടാമത് അല്ലാഹു പറഞ്ഞത് സഫഹൻ, അവരാ ചെയ്യുന്നത് വല്ലാത്തൊരു മൂഢത്തരമാണ്, വല്ലാത്ത മൂഢത്തരമാണ്. കാരണം ഭാവിയിൽ വരാനിരിക്കുന്ന ദാരിദ്ര്യം ഭയന്നിട്ടാണ് ഇങ്ങനെ കൊല്ലുന്നതെങ്കിൽ, ദാരിദ്ര്യം ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ കൊലപാതകം അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ട് തടുക്കാനല്ലേ മറ്റൊന്ന് ചെയ്യുന്നത്. പക്ഷേ രണ്ടാമത് അവർ ചെയ്യുന്ന ദാരിദ്ര്യം എന്ന ബുദ്ധിമുട്ട് തടുക്കാൻ വേണ്ടി ചെയ്യുന്നത് സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത ഇടങ്ങേറാണ്. അതുകൊണ്ട് ചെറിയ വിഷയങ്ങളല്ല ഉണ്ടായിത്തീരുന്നത്. ഈ കൊലപാതകം നടത്തുന്നത് പെട്ടെന്ന് നടക്കുന്നൊരു വിഷമമാണ്. ദാരിദ്ര്യം എന്നവർ ചിന്തിക്കുന്നത് അവരുടെ ഊഹം മാത്രമാണ്. ഒരു പക്ഷേ ഉണ്ടായില്ലെന്ന് വരാം, സങ്കല്പമാണ്. ഭാവിയിൽ വരാനുള്ള ആലോചന കൊണ്ടല്ലേ ചെയ്യുന്നത്. മറ്റൊന്ന് ഉടനടി നടക്കുന്നു. അവർ സങ്കല്പിക്കുന്ന ദാരിദ്ര്യം ഇപ്പോഴല്ല, 10 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായില്ലെന്ന് വരും. അതുകൊണ്ട് തന്നെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കുമ്പോൾ അതൊരു സഫാഹത്താണ്, ബുദ്ധിയുള്ള ആളുകൾക്ക് പറ്റിയതല്ല. മൂന്നാമത്തത് ബിഗൈരി ഇൽമിൻ, ചെയ്യുന്നത് തനി വിവരക്കേടാണ്. സഫാഹത്ത് എന്ന് പറഞ്ഞതിന്റെ പുറമെ തന്നെ അള്ളാഹു പറഞ്ഞു ബിഗൈരി ഇൽമിൻ, ജഹില്, അജ്ഞത ഏറ്റവും വലിയ മോശത്തരമാണ്. അജ്ഞതയുണ്ടാകരുത് അല്ലേ? ചില ആളുകൾ പറയും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് പെണ്ണുങ്ങൾ ജന്മം നൽകിയാൽ ഭാവിയിൽ വല്ലാത്ത ക്ഷീണാണ്. അങ്ങനെയാണോ? അങ്ങനെയാണോ? അല്ല, നമ്മൾ കണ്ട അനുഭവിച്ച അറിവനുസരിച്ച് അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടും, ഇങ്ങനെ ഉമ്മാമാന്റെ ഉമ്മ, അപ്പുറത്തെ ഉമ്മ, മൂത്തമ്മ, ഇങ്ങനെ കണക്കൂട്ടും. ആ കണക്കുകളിലൊക്കെ അവർ ജന്മം നൽകിയിട്ട് ഇപ്പോഴും
ഏകദേശം ഒരു 90-95% ആളുകളും, ബാക്കിയുള്ളവർ ചെറിയ അസ്വസ്ഥ രോഗം കാരണം മാറുണ്ടാവും, ആളുകളൊക്കെ നല്ല ആരോഗ്യത്തോടെ, ഇപ്പോൾ ഒരു 3-4 മതിയാക്കിയ ആളുകളെക്കാളും ആരോഗ്യത്തോടെ ഇബാദത്തും കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അള്ളാഹു അവരെ ശരീരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ അങ്ങ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ അവരെ ശരീരത്തിന് അള്ളാഹു തആല ഓജസ്സും തേജസ്സും കൂട്ടിക്കൊടുത്തിരിക്കുകയാണ്, കുറഞ്ഞിരിക്കല്ല. അങ്ങനെ ഒരു സങ്കല്പം വെച്ചും ആളുകൾ മാറാറുണ്ട്. മറ്റൊന്ന്, അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കി, അള്ളാഹ് ഹലാലാക്കിയത് ഹറാമാക്കി. അതും ഏറ്റവും വലിയൊരു വിഷമം തന്നെയാണ്. വഹറമൂ മാ റസഖഹുമുല്ലാഹ്, അള്ളാഹു ഹലാലാക്കി നൽകിയതാണ് ഈ സന്താനങ്ങൾ, അതിനെ നിഷിദ്ധമാക്കി വേണ്ടാന്ന് വെച്ചു. അഞ്ചാമത്തത്, അള്ളാഹുവിന്റെ മേലൊരു കളവ് നിർമ്മിച്ചുണ്ടാക്കി. അതെന്താ അവർ നിർമ്മിച്ചുണ്ടാക്കിയെന്നറിയോ? അതിന്റെ പിന്നിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മക്കളെ കൊല്ലുന്നതിന്റെ പിന്നിൽ മക്കാർ ചില ആളുകൾ പറയുന്നൊരു ഭാഷ ഉണ്ട്, ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് സ്വീകരിച്ചു പോരാണ്. അവർ നുണ കേൾക്കണം. ആ ഇബ്രാഹിം നബിന്റെ മില്ലത്തിൽ ജീവിച്ച ആളാണ് അബ്ദുൽ മുത്തലിബ്. അതവർ പറയും അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് മകനെ ഇറക്കാൻ നേർച്ചയാക്കിയില്ലേ, ആ താവഴിയിലാണ് ഞങ്ങൾ കൊല്ലുന്നതെന്ന്. പക്ഷേ ഖുർആൻ പറയുന്നുണ്ട്, ഇവരോട് കൊല്ലാൻ പറഞ്ഞത് അബ്ദുൽ മുത്തലിബ് ആരും അല്ല. وَكَذَلِكَ زَيَّنَ لِكَثِيرٍ مِّنَ الْمُشْرِكِينَ قَتْلَ أَوْلَادِهِمْ شُرَكَاؤُهُمْ. അവരെ ശൈത്താന്മാരാണ് അവരെ മക്കളെ കൊല്ലാൻ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തത്. ശൈത്താന്മാരെ പോലെ സ്ഥാനത്തിരിക്കുന്ന നേതാക്കളാണ്. കഴിഞ്ഞ വർഷങ്ങൾ വായിച്ചത് ഓർമ്മണ്ട, കച്ചവടത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരു കുട്ടിയെ ബലിയെടുത്തത്. അത് ചെറിയ കുട്ടിയൊന്നല്ല, ഒരു 10-11 വയസ്സായ മകളെ ഒരാൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കച്ചവടം പുരോഗതിപ്പെടണമെങ്കിൽ അതിനെ അറക്കണം എന്ന്. അതിനെ അർത്തു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അർത്തു, അതിനെ ബലിയർത്തു. അവിടെ ഒരു പുണ്യകർമ്മമായിട്ടാണ് പിന്നെ ആ വാർത്ത വന്നത്. ഒരു പുണ്യകർമ്മം ചെയ്താണ്. സ്വന്തം മക്കളെ അർത്തിട്ട് എന്ത് പുണ്യകർമ്മ? അത് ഇവര് പറയുന്ന ഭാഷ എങ്ങനെയാണ്? അബ്ദുൽ മുത്തലിബ് അന്ന് അങ്ങനെ നേർച്ചയാക്കിയല്ലോ. എന്താണ് അബ്ദുൽ മുത്തലിബിന്റെ സംഭവം? സംസം കിണർ കുഴിക്കാനുള്ള നിർദ്ദേശം വന്നു അബ്ദുൽ മുത്തലിബിന്. ഒരു തവണയല്ല, 2-3 തവണ വന്നു. അതിന്റെ കറക്റ്റ് സ്ഥലവും അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. സംസം കിണർ മൂടപ്പെട്ടിരുന്നു, തർക്കങ്ങളായിട്ട്. അവകാശാന്തം തർക്കം ഉണ്ടാവുമല്ലോ. അപ്പൊ അബ്ദുൽ മുത്തലിബ് ആ സ്ഥലത്ത് കുഴിക്കാൻ വേണ്ടി ശരിക്ക് അടയാളപ്പെടുത്തി, ഞാൻ സംസം കിണർ കുഴിക്കുകയാണെന്ന് പറഞ്ഞു. പലരും അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പക്ഷെ അബ്ദുൽ മുത്തലിബിന് ഒരു സ്വഭാവമുണ്ട്, ഒരു നന്മയുടെ വിഷയത്തിൽ ഒരു കാല് മുന്നോട്ട് വെച്ചാൽ ഇത് തീർപ്പാക്കിയിട്ട്. അന്ന് കൂടെ അബ്ദുൽ മുത്തലിബിന്റെ കൂടെ കുടിക്കാൻ സഹായിക്കാനുള്ളത് ആകെ മകൻ ഹാരിസ് മാത്രമാണ്, മൂത്ത മകൻ ഹാരിസ്. പലരോട് അബ്ദുൽ മുത്തലിബ് വെച്ച് കൂടുന്നുണ്ടോ? കുടിച്ച് ഏകദേശം ഇങ്ങനെ വെള്ളമൊക്കെ കണ്ട് പലരും അതിലേക്ക് വലിച്ചെറിഞ്ഞ സ്വർണ്ണാഭരണങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചപ്പോൾ പലരും പറഞ്ഞു, ഞങ്ങളുണ്ട്, ഞങ്ങൾ സഹായിച്ചു തരാം, ഇനി എന്താ വേണ്ടത്, ഇനി അതെടുക്കണോ, അതെടുക്കണോ? സ്വർണം മറ്റൊക്കെ പുറത്തേക്ക് വെച്ചപ്പോൾ എല്ലാവരും വരാൻ തുടങ്ങി. അത് വരുമല്ലോ, മനുഷ്യന്റെ ആക്രാന്താണത്. ഞങ്ങളുണ്ട്, ഞാൻ എന്താ ചെയ്തിട്ടുണ്ട്? ആൾക്കാർ വരുന്നു. നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട, നിങ്ങൾ പോയിക്കോളെ. കുഴിച്ച് കഴിഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബിനെ അവർ വിട്ടോ. ഒരു തർക്കം കൂടി, നിങ്ങൾ ഒറ്റക്ക് ഇതിന് അധികാരം ഏൽക്കാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞു. മക്കയിലെ ആൾക്കാർ അബ്ദുൽ മുത്തലിബ് തർക്കം കൂടി. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇത് ഞാനും എൻ്റെ മകനും കൂടി കുഴിച്ചതാണ്, വെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും തരും, പക്ഷെ ഇതിന്റെ ചുമതലയും അധികാരവും ഒന്നും പറഞ്ഞു വരരുത്. കാരണം അന്ന് നിങ്ങൾ ക്ഷണിച്ചു, ഗോത്രത്തലവന്മാരോട് ഓരോരുത്തരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾ വന്നില്ല. ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടി കക്ഷികളും അബ്ദുൽ മുത്തലിബിന്റെ കൂട്ടരും മറുകക്ഷികളും യമനിലേക്ക് വെച്ചു. യമനിലുള്ള പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ. ചരിത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നു, വിശാലമായ ചരിത്രമാണ്. യമനിലേക്ക് അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് അവർ താമസിക്കാനിടയായി. അബ്ദുൽ മുത്തലിബിന്റെ കൂടെയുള്ള സംഘത്തിന്റെ ഒപ്പമുള്ള വെള്ളം തീർന്നു. അവരോട് പറഞ്ഞു, മനുഷ്യന്മാരല്ലേ, കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? തരൂലാർന്നവര്. എന്ത് മനുഷ്യന്മാരാ! യാത്രയില് ഞങ്ങളെ കയ്യിലെ വെള്ളം തീർന്നു, നിങ്ങൾ വെള്ളം തരുമോ കുടിക്കാൻ? അധികാരം വേണമെന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞു വെള്ളം തരൂലെന്നോ. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇവിടെ കുഴിക്കണം എന്ന് പറഞ്ഞു. എവിടെ? ഇപ്പൊ എവിടെയാണോ എത്തിപ്പെട്ടത് അവിടെ കുഴിക്കണം എന്ന് പറഞ്ഞു. അവരങ്ങ് കുഴിച്ചു, വെള്ളം കിട്ടി. വെള്ളം ഇങ്ങനെ കണ്ടപ്പോ മറ്റവരൊക്കെ വന്നിങ്ങനെ നോക്കുകയാണ്.
ഇവിടെ ഈ മരുഭൂമിയുടെ മരുപ്പറമ്പിൽ വെള്ളമുണ്ടെന്ന് ഒരു ലക്ഷണമില്ലാത്ത ഈ സ്ഥലത്ത് നിങ്ങൾ കുഴിച്ചിട്ട് വെള്ളം കണ്ടില്ലേ? നിങ്ങൾക്ക് തന്നെയാണ് സംസം കിണർ. ചർച്ചക്ക് അങ്ങോട്ട് കൊണ്ട് നേരെ മക്കയിലേക്ക് പോകാം. അള്ളാഹു കൊടുത്തൊരു സബബാണത്. ഇനി പരിഹാരമില്ല, പരിഹാരമായിപ്പോ. കാരണം ഇവിടെ വെള്ളം കുഴിച്ചിട്ട് നിങ്ങൾക്ക് കിണർ കുഴിച്ച് വെള്ളം കിട്ടിയല്ലോ. നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ അധികാരം, തിരിച്ചു പോകാം. അത് അള്ളാഹു നൽകിയ എളുപ്പമാണ്. അപ്പൊ അതിങ്ങനെ കുഴിച്ചു കൊണ്ടിരിക്കുമ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അല്ലാഹു തആല എനിക്ക് 10 മക്കളെ തന്നാൽ, ആൺമക്കളെ തന്നാൽ, അങ്ങനെ അവരൊക്കെ പ്രായപൂർത്തിയും പക്വതയും ഉള്ളവരുമായി വളർന്നു വന്നാൽ അവരിൽ ഒരാളെ ഞാൻ അള്ളാഹുവിന് വേണ്ടി ബലി കഴിക്കും. ഇന്ദൽ കാബത്തി, കാബന്റെ സമീപത്ത് വെച്ച്, കാബത്തിങ്കൽ വെച്ച് ഒരാളെ ഞാൻ ബലി കഴിക്കും. 10 മക്കൾ പൂർത്തിയായപ്പോ മക്കക്കാര് പറഞ്ഞു, പണ്ടിങ്ങനെ നേർച്ചയാക്കിയിരുന്നു, ഓർമ്മണ്ടോ? അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, സംസം കിണർ കുഴിക്കുന്ന അന്ന് നിങ്ങളും മകൻ ഹാരിസും മാത്രമാണ്. അന്നിങ്ങനെ നേർച്ച പറഞ്ഞത് ഓർമ്മയുണ്ടോ? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഓർമ്മയുണ്ട്. ഓരോരുത്തരും അവരവരെ പേര് എഴുതി നറുക്ക് എടുക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ടു. നറുക്ക് എടുത്തു നോക്കുമ്പോ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നറുക്ക് വന്ന് വീഴുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയിൽ. ആ കൂട്ടത്തിലെ ഏറ്റവും സൗന്ദര്യവും ശാരീരിക മികവും എല്ലാവിധ കാര്യങ്ങളും മേളിച്ച ഏറ്റവും നല്ല സൗന്ദര്യമുള്ള കുട്ടി നറുക്ക് വീണത് അങ്ങനെയാ. അബ്ദുൽ മുത്തലിബ് കാര്യം പൂർത്തിയാക്കാൻ ഏതാണ്ട് നേർച്ചയാക്കിയതല്ലേ, കത്തിയെടുത്തു. അള്ളാഹുവിന് വേണ്ടിയുള്ള ബലിദാനല്ലേ, അങ്ങനല്ലേ നേർച്ച പറഞ്ഞത്. ഒരു വിഗ്രഹത്തിനുമല്ല, ഒരു ശൈത്താനുമല്ല, ആർക്കുമല്ല. ഇവിടെ തന്നെ വ്യത്യാസമുണ്ട്. ബാക്കിയുള്ളവർ ഇറക്കുന്നു ഈ വിഷയത്തിൽ, അവര് ഈ വിഷയം ഒരു പൊള്ളായി പറഞ്ഞിട്ടാണ് അവർ ഇറക്കുന്നത്. അവർ കുഴിച്ചു കൊണ്ടുനോക്ക് ഇഫ്തിറാഅൻ അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ കളവ് നിർമ്മിച്ചുണ്ടാക്കിയിട്ട്. അബ്ദുൽ മുത്തലിബ് ഒരുങ്ങിയപ്പോ മക്കക്കാർ നേതാക്കളൊക്കെ എണീറ്റ് ഓരോ സഭകളിൽ നിന്ന് ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യരുത്, ഞങ്ങൾ ചില കാര്യങ്ങൾക്ക് ഞങ്ങൾക്കും നോക്കാനുണ്ട്, ഞങ്ങൾക്കും ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. അവിടെയുള്ള പരിചയസമ്പന്നരായ പുരോഹിതന്മാർ, പണ്ഡിതന്മാരുടെ അടുത്തേക്ക് അവർ പോയി. അബ്ദുൽ മുത്തലിബിനെയും മക്കളെയൊക്കെ കൂട്ടിപ്പോയി. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ 10 ഒട്ടകം വെച്ച് അബ്ദുല്ലാഹി എന്നവരുടെ നാമവും എഴുതിയിട്ട് നിങ്ങൾ നറുക്കിട്ടോളൂ. നറുക്കങ്ങനെ ഇടാൻ തുടങ്ങി. പക്ഷേ അബ്ദുല്ലാഹി എന്നവരെ പേരാണ് പിന്നെയും മുന്നോട്ട് വരുന്നത്. 10 ഇങ്ങനെ കൂട്ടിയിടാൻ പറഞ്ഞു. അങ്ങനെ അവസാനം 100 ഒട്ടകവും അബ്ദുല്ലാഹി എന്നവരെ പേരും എഴുതിയപ്പോ 100 ഒട്ടകം എന്ന നറുക്കാണ് മുന്നിൽ വന്നത്. ആ നറുക്കെടുത്ത് ആ നറുക്കോട് സ്വീകരിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് 100 ഒട്ടകങ്ങളെ ബലിദാനം നിർവഹിച്ചു. ആളുകൾക്ക് മുഴുവനും വിതരണം ചെയ്തു. സന്തോഷത്തോടെ ആളുകൾക്ക് എല്ലാ ഭാഗത്തേക്കും അത് കൊടുത്തയച്ചു. റബ്ബ് തആല നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ ഒന്നിനു പകരമാണ് ഈ 100 ഒട്ടകം മറുക്കുന്നത്, ബലിദാനം ചെയ്യുന്നത്. കാരണം 10 മക്കളാണല്ലോ, ഓരോ മക്കൾക്കും 10 എണ്ണം വീതം വെച്ച് നോക്കുമ്പോ 100 എണ്ണമാണ്. നല്ല സംഭാവനയാണത്. ആ സംഭാവന കൊടുത്തു. ആ സംഭാവന കൊണ്ട് തന്നെ മക്കക്കാർക്ക് എല്ലാവർക്കും സന്തോഷമായി. ഇത് ഉദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, അനബിനു ദബീഹൈൻ, ബലി കഴിക്കപ്പെട്ട, ബലിദാനം നിർവഹിക്കപ്പെട്ട 2 പിതാക്കളുടെ മകനാണ് ഞാൻ. ഒന്ന് നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം, മറ്റൊന്ന് പൊന്നുപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. 2 പേരെയും ഈ രൂപത്തിൽ ദബീഹായിട്ട് അറിയപ്പെടുന്നുണ്ട്. അവരുടെ പുത്രനാണ് ഞാനെന്ന് തങ്ങൾ പറയാറുണ്ട്. ഈ വാദം ഉണ്ടാക്കിക്കൊണ്ടവർ പറയും, ഞങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് ബലിദാനം നിർവഹിക്കുന്നത്. അത് സത്യത്തിൽ അള്ളാഹുവിന്റെ മേൽ അവർ പറയുന്നൊരു കളവാണ്. അബ്ദുൽ മുത്തലിബ് ഒരു കുട്ടിനെയും അറുത്തിട്ടില്ല. അറുക്കാൻ നേർച്ചയാക്കിയതിന് പകരം ഒട്ടകങ്ങളെയാണ് അറുത്തത്. ഇഫ്തിറാഅൻ അലല്ലാഹ്. അവർ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നതും, ആൺമക്കൾ കൂടുതലായി ഉണ്ടായാൽ ചിലരൊക്കെ കൊന്നുകളയുന്ന സ്വഭാവക്കാരും ഉണ്ട്. വിശ്രുതമായ 2 ഗോത്രക്കാരാണ് ഇതിൽ കാര്യമായി പങ്കെടുത്തിരുന്നത്.